അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പം തക്കാളിയെക്കുറിച്ചുള്ളതായ നല്ല നല്ല വീഡിയോസ് നമ്മൾ ആദ്യം മുതലേ ഇട്ട് വരുന്നുണ്ട്. അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോയും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാ തരം വിത്തുകളും, പ്രത്യേകിച്ച് തക്കാളി ആണെങ്കിൽ 5 ടൈപ്പിലുള്ള തക്കാളികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതും മേടിക്കാം. പിന്നെ കൂടാതെ പ്രീമിയം ഏലക്കയുണ്ട്, കുരുമുളക്, പൊന്നാങ്കണ്ണി ചീര, ഒരു 200-ൽ പരം പച്ചക്കറി വിത്തുകൾ എല്ലാം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു വരി തക്കാളി നട്ടിട്ടുണ്ട്. അതിപ്പോൾ നട്ടിട്ട് ഒരാഴ്ചയോളമായി. അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ തക്കാളി നട്ട് വളർത്തിയിട്ട് ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് പച്ചക്കറി നട്ടാലും എന്നിട്ട് അതിൻ്റെ ചുവട്ടിലുള്ളതായ പുല്ല് ഒക്കെ നമ്മളങ്ങ് മാറ്റി കൊടുത്തതിന് ശേഷം എന്ത് വേണമെന്നറിയാമോ, ചെറുതായിട്ടൊരു വളപ്രയോഗം, ഒരു സ്വല്പം ചാണകപ്പൊടി അതിൻ്റെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് വേണം, ഇങ്ങനെ മണ്ണങ്ങ് ഒരുപാട് കൂന കൂട്ടണ്ട, ഇങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വളങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പം കുറേശ്ശെ നമ്മുടെ ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് വളം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രം മതി. ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇനി വീണ്ടും തറയുമ്പോൾ എന്ത് വേണം, ഇതേപോലെ വീണ്ടും നമ്മൾ മണ്ണൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനെല്ലാം ഞാൻ അതേപോലെ അടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ തൈകൾ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണ് അടുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആട്ടും കാഷ്ടമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് രണ്ടും, അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആട്ടും കാഷ്ടം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ ശീമക്കൊന്നയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാമെന്നെങ്കിൽ ടപ്പേന്ന് നമ്മുടെ ഏത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും അങ്ങ് വളർന്നു വന്നോളും. അപ്പം നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലും നമുക്ക് കുറച്ച് ശീമക്കൊന്നയില ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാത്തിൻ്റെയും ചുവട്ടിലോട്ട് നമ്മളാണ്ട് ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ശീമക്കൊന്നയുടെ ഇലയുണ്ടല്ലോ, അത് ചീഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വളം കൊടുക്കണം. ഇത് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ ശീമക്കൊന്നയുടെ ഇല. അത് നമ്മുടെ ചെടികൾക്ക് കീടനാശിനിയായിട്ടും വളമായിട്ടും ഒക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഒന്നാണ്. തക്കാളിയുടെയൊക്കെ കുരുടിപ്പും അതുപോലെ കീടങ്ങളൊക്കെ അകറ്റി നിർത്താനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തക്കാളി നടണം കേട്ടോ. പിന്നെ എല്ലാത്തിനും ഇതേപോലെ ഇലയിട്ട് കൊടുക്കാം. നമ്മുടെ പിള്ളേരെല്ലാത്തിൻ്റെ ഒപ്പമുണ്ട്, ഉപ്പില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന മാതിരിയാണ്. അപ്പം ഗ്രോ ബാഗിനകത്ത് നമ്മൾ ഇതേപോലെ നട്ടിട്ടുണ്ട്. ഇതേ പ്രായമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വളം കൊടുത്തിട്ട് ഇനി രണ്ടാമത്തെ വളത്തിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്നതായ നമ്മുടെ തക്കാളി ചെടികളാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതിനെ എന്തോ വേണം, ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ അതിൻ്റെ പഴുത്ത ഇലകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക. എന്നിട്ട് അതിൻ്റെ മണ്ണ് കണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. മഴയൊക്കെ പെയ്തിട്ട് തറഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ദണ്ട ഇങ്ങനെ അങ്ങോട്ട് ചുറ്റിനുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇനി ഇടാനുള്ള വളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5-6 ഗ്രോ ബാഗിനകത്തുണ്ട് കേട്ടോ. ഇവിടെ പല തരത്തിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ മാസത്തിലെയും കൃഷി നമ്മൾ പറയുമല്ലോ, കലണ്ടർ പറയുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കും. അപ്പം എപ്പോഴും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ ഒന്ന് മണ്ണിളക്കി കൊടുത്തു. ഇനി നമുക്ക് വളം ചെയ്താലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ സ്യൂഡോമോണസ് ആണ് കേട്ടോ. ഒരു 10 ദിവസം കൂടുമ്പോൾ നമുക്ക് സ്യൂഡോമോണസും വിവേറിയൊക്കെ മാറി മാറി കൊടുക്കാം. അപ്പം നമ്മുടെ 3 വിരലിൽ കൊള്ളുന്നത് മതി കേട്ടോ. അതാണ്ട് 3 വിരലിൽ കൊള്ളുന്നത് അതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചോട്ടിലോട്ടൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, അങ്ങനെ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി അങ്ങോട്ട് ഇട്ടാം. ചാണകപ്പൊടിയുണ്ട്, ആട്ടിൻ കാഷ്ടമുണ്ട് കേട്ടോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് എല്ലുപൊടിയാണിത്. എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പച്ചിലയും കൂടെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ശീമക്കൊന്നയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഇനി കുറച്ച് മണ്ണും കൂടി ഇതിനകത്തോട്ട് ഇടണം. അപ്പോൾ എന്തായാലും തക്കാളി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇല ഇടാനായിട്ട് മറക്കരുത്. കാരണം പെട്ടെന്ന് കീടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് നമ്മുടെ തക്കാളി ചെടി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ട പഴയ ഗ്രോ ബാഗിനകത്തൊക്കെ ഇരുന്ന മണ്ണൊക്കെ തട്ടിയിട്ടിട്ട്
വീണ്ടും വളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് കേട്ടോ. അപ്പം എപ്പോഴും പറഞ്ഞുകൊണ്ട് മഴയത്ത് നമ്മൾ മണ്ണൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ അധികം നനവില്ലാതെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മണ്ണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചങ്ങോട്ട് നിർത്തണം. ഇനി അടുത്ത ഒരു വളപ്രയോഗം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനെ ചൂട് നീണ്ടു വരുമ്പോഴത്തേക്ക് കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് കെട്ടിയൊക്കെ നിർത്തിയാൽ അത് കാറ്റത്തൊന്നും ഒടിഞ്ഞു പോകാതെ നിന്നോളും. ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് നോക്കാം. ഇവിടെ ദണ്ട് 2 മൂട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ദണ്ട പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചാണകവും എല്ലുപൊടിയും സൂഡോമോണസും കൊടുത്തിട്ട് വെട്ടിയെടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതായ തക്കാളി ചെടിയാണ്. ദണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കമ്പൊക്കെ കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതിന് ചെറുതായിട്ട് നമുക്ക് ഒന്നുകൂടെ വളപ്രയോഗം ചെയ്യാനായിട്ട് വലിയ മണ്ണൊന്നും മാറ്റണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഇനി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബിവേറിയാണ് കേട്ടോ. അപ്പം ബിവേറി നമ്മൾ സുഡോമോണസ് ഇട്ട മാതിരി ഒരു നുള്ള് ചുവട്ടിലിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു തീപ്പെട്ടി കവറിൽ കൊള്ളുന്നത് എടുത്തിട്ട് കലക്കി നമുക്ക് സമൂലം ചെടിയിലും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വിവേറിയും സുഡോമോണസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ചെടികൾക്ക് ഉണ്ടാകുന്ന കീടങ്ങളെയൊക്കെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ വേരുകൾക്കൊക്കെ നല്ല ശക്തിയും ബലവും ഒക്കെ കിട്ടാനും ഒക്കെ ഉപയോഗിക്കും. നമുക്ക് കുറച്ച് ചാണകം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സ്വല്പം എല്ലുപൊടിയും കൂടെ. ഇനി എല്ലുപൊടി നിങ്ങളുടെ കയ്യിൽ സൂപ്പർ മീല ഉള്ളതെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ചാണകം ഇല്ലയെന്നുണ്ടെങ്കിൽ കൈവശമുള്ള എന്ത് ജൈവ വളമാണോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം. ഇപ്പം താഴെ നിൽക്കുന്നതായ പഴുത്ത ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളി മാറ്റിയതിന് ശേഷം വേണം മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുക്കാനായിട്ട്. അപ്പം പലതരത്തിലുള്ളതായ ഇപ്പോൾ 5-6 ടൈപ്പിലുള്ളതായ തക്കാളി വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ച് നടാം. ഇപ്പം ഓണത്തിനൊക്കെ ഇനി നട്ടാലും നിങ്ങൾക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഒരു കൊച്ചു കൈക്കുന്താലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും കൃഷി ചെയ്യാം. നല്ല ഈസി ആയിട്ട് കളയ്ക്കാനും ഒക്കെ നമ്മുടെ ദേഹമൊക്കെ ഒന്ന് അനങ്ങാതെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്തതിന് ശേഷം എന്ത് വേണമെന്നറിയാമോ, 1-2 കെട്ടുകൾ കെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം താഴെ ഒരു കെട്ട് മാത്രം കെട്ടിയെന്ന് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അവിടെ വെച്ചിട്ട് ഇതിൻ്റെ തണ്ടിന് കനം കുറവായതുകൊണ്ട് ഒടിഞ്ഞു വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം എന്താ വേണം, ഒരു 2-3 കെട്ട് മേളിലോട്ടും കൂടെ ഇത് വളരുന്നതിനനുസരിച്ച് കെട്ടിക്കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കണ്ടോ, അതല്ല ഇനി നമുക്ക് മേലോട്ട് കെട്ടി പന്തലയിലോട്ട് കെട്ടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും ഉറച്ചങ്ങ് നിന്നോളും. ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് വളവും കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് കോഴിവളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിവേറിയ സ്വല്പം അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാറ്റത്തൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് വീഴാനായിട്ട് തുടങ്ങി. ഞാനതിനെ എല്ലാം വള്ളിയിലോട്ട് അങ്ങനെ പന്തലിലോട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെടിക്കകത്ത് 2-3 ചുറ്റിയതിന് ശേഷം വേണം ഇത് പന്തലിലോട്ട് വലിച്ച് കെട്ടാണ്ട് തണ്ടയിലോട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് വേണം കെട്ടാനായിട്ട്. ഒരു 10-15 മൂട് നട്ടാലേ നമുക്ക് ഒരു 5-6 മൂടെങ്കിലും ശരിയായിട്ട് കിട്ടത്തുള്ളൂ, ഇനി എന്തൊക്കെ പറഞ്ഞാലും. ഇതിനകത്തെല്ലാം പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ പൂക്കളൊക്കെ വരുന്നതായ സമയത്ത് 1 സ്പൂൺ എപ്സം സാൾട്ട് എടുത്തിട്ട്, അതായത് മഗ്നീഷ്യം സൾഫേറ്റ് എടുത്തിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം നമ്മളൊന്ന് കലക്കിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് എല്ലാത്തിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളും അതുപോലെ ഈ പൂക്കളൊക്കെ വരുന്നത് കായ്കളൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിനകത്തൊരു സ്വല്പം നമ്മുടെ എഗ് അമിനോയോ ഫിഷ് അമിനോയോ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വളമാണ് കേട്ടോ. ഇഷ്ടംപോലെ തക്കാളിയൊക്കെ പിടിക്കാനായിട്ട് സഹായിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ തക്കാളി കൃഷി നമുക്ക് കങ്കേമമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തക്കാളിയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒരു 10 മൂട് തക്കാളി എങ്കിലും നടണം. ഇപ്പം അങ്ങോട്ട് നട്ടാൽ ഓണത്തിന് വിളവെടുക്കാം. കൂടാതെ ശീതകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ, സെപ്റ്റംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും. നല്ല പഴുത്ത് തൊടുത്ത് നിൽക്കുന്നതായ തക്കാളിയൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടാതെ ഇപ്പോൾ ഞാൻ തറയിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ടിരിക്കുന്ന തക്കാളിയാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്.
ഇത് കൂടാതുണ്ടല്ലോ നമ്മുടെ ടെറസിൽ നമ്മൾ തക്കാളി കൃഷി ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. നേരത്തെയൊക്കെ ടെറസിൽ കൃഷി ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ തക്കാളിക്ക് അവിടെ നിന്ന് എനിക്ക് വിളവെടുക്കാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.